കൃഷി, ശാസ്ത്രം, കുടുംബം എന്നിവ അവിഭാജ്യ ഘടകങ്ങളാണ്. അത് ഇന്നത്തേതിലും കൂടുതൽ ഇണക്കി ചേർക്കുവാൻ, കൂടുതൽ മെച്ചപ്പെടുത്താൻ ആ പ്രക്രിയയിൽ ഊന്നൽ നൽകിക്കൊണ്ട് ദൂരദർശൻ സംഘടിപ്പിച്ചിരിക്കുന്ന പരമ്പരയാണ് ഇന്നത്തെ കാർഷിക മുഖാമുഖം പരിപാടി. ഈ പരിപാടിയുടെ അനൗപചാരികമായ ഉദ്ഘാടനവും ഈ കാർഷിക മുഖാമുഖം പരിപാടിയുടെ തുടക്കവുമായി ഇതിൽ പങ്കെടുത്ത് ഈ വിഷയം അവതരിപ്പിക്കുന്നതിലേക്കായി CPCRA ഡയറക്ടർ ശ്രീ ജോർജി തോമസ് സാറിനെ ക്ഷണിച്ചോളൂ. ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരുന്ന നമ്മുടെ രാജ്യം ഭക്ഷ്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ മാത്രമല്ല കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമായി ഉയരുകയും ചെയ്തു. അരിയുടെ കാര്യത്തിൽ ലോകത്ത് കയറ്റുമതി ചെയ്യുന്ന ഒന്നാമത്തെ രാജ്യം, ഗോതമ്പിൻ്റെ കാര്യത്തിൽ രണ്ടാമത്തെ രാജ്യം. ഇങ്ങനെ വളരെയധികം വളർച്ച കാർഷിക രംഗത്ത് കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിനായി. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ കൃഷി വികസനത്തിന് വളരെയധികം ബഹുദൂരം പോകേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളുടെ വിനിയോഗം അതിന് വളരെ അനിവാര്യമാണ്. ഗവേഷണ സ്ഥാപനങ്ങൾ വളരെയധികം സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കർഷകരിലെത്തിക്കുന്ന വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടി വിജയപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൂരദർശൻ്റെ കാർഷിക മുഖാമുഖം പരിപാടിയിലേക്ക് എല്ലാ കർഷകർക്കും സ്വാഗതം. തെങ്ങ് കൃഷിയിൽ വിത്ത് മുതൽ വിപണി വരെ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുതിർന്ന ശാസ്ത്രജ്ഞരും വിദഗ്ധരുമാണ്. ഈ പരിപാടിയിൽ എല്ലാ കർഷകരും സജീവമായി പങ്കെടുത്ത് ആശയവിനിമയം നടത്തണമെന്ന് ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ പരിപാടി ആരംഭിക്കുകയാണ്. ഇത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പായിട്ട് CPCRAയുടെ ഡയറക്ടറോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ ആലപ്പുഴ ജില്ലയെ അപേക്ഷിച്ചിട്ട് നാളികേര കൃഷിയിൽ കർഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ് എന്നുള്ളതാണ്. നാളികേര ഉൽപാദന രംഗത്ത് ഇന്ത്യ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒന്നാം സ്ഥാനമാണുള്ളത്, ഉൽപാദനത്തിനും ഉൽപാദനക്ഷമതയിലും. എന്നാൽ ഉൽപാദനക്ഷമതയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ വിവിധ സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റ് പ്രമുഖ ഉൽപാദന സംസ്ഥാനങ്ങളെക്കാൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളെക്കാൾ ഉൽപാദനക്ഷമത കേരളത്തിൽ കുറവാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഉൽപാദനക്ഷമതയുള്ളത് കോഴിക്കോടും മലപ്പുറത്തുമൊക്കെയാണ്. ആലപ്പുഴ ജില്ലയിൽ ഉൽപാദനക്ഷമത മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളെ അപേക്ഷിച്ച് കുറവാണ്. എന്നാൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരാളം സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. ഈ സാങ്കേതിക വിദ്യകളുടെ വിനിയോഗത്തിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാമെന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. CPCRA കൃഷ്ണപുരത്തുള്ള CPCRAയുടെ പ്രാദേശിക കേന്ദ്രം വളരെയധികം സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കർഷകരിലെത്തിക്കുന്ന വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കൂടാതെ ആലപ്പുഴ ജില്ലയുടെ KVK ഈ പ്രാദേശിക കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യകൾ കർഷകരിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ അധികം പ്രാധാന്യം നൽകി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ നമ്മുടെ കർഷക സുഹൃത്തുക്കൾ കഴിഞ്ഞിട്ടുണ്ടോ? കർഷകരിൽ നിന്നാണ് അതിന് നിർദ്ദേശങ്ങൾ വരേണ്ടത്. ഞാൻ ഭരണിക്കാവ് പഞ്ചായത്ത് ഫാർമേഴ്സ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ട് 7-10 വർഷം കൊണ്ട് കാർഷിക രംഗത്ത് പ്രവർത്തിച്ച അനുഭവ ജ്ഞാനമുള്ള ഒരു ആളാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു കാലത്ത് ഉൽപാദനക്ഷമതയിൽ ഏറ്റവും മുന്തി നിന്ന മുൻപിലെത്തിയിരുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുടുംബ വക പുരയിടത്തിൽ 5000 തേങ്ങ കിട്ടുമായിരുന്നു എന്ന് എൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അതിശയം തോന്നിയിട്ടുണ്ട്.
കുറച്ച് സ്ഥലം കൂടെ കൂട്ടിച്ചേർത്തിട്ട് പോലും 2000 തേങ്ങ ആണ് കഷ്ടിച്ചന്ന് കിട്ടിയിരുന്നത്. അതിനേക്കാൾ കുറച്ച സ്ഥലത്ത് 5000 തേങ്ങ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പത്തിലെ കൃഷിയുടെ താല്പര്യവും ആഭിമുഖ്യവും ഉണ്ടായിരുന്ന എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇതിന് പ്രധാന കാരണമായിട്ട് എടുത്തു പറയാനുള്ള കാര്യം ആലപ്പുഴ ജില്ലയിലെ റൂട്ട് വിൽറ്റ് എന്ന് പറയുന്ന രോഗം തന്നെയാണ്. ആ രോഗത്തിനൊരു പ്രതിവിധി കണ്ടുപിടിക്കാൻ എന്തുകൊണ്ടോ നമ്മൾക്ക് സാധിച്ചിട്ടില്ല. CPCRIയിലെയും മറ്റ് ശാസ്ത്രജ്ഞന്മാരെയും മറ്റും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും സാധിച്ചില്ല എന്നുള്ളതൊരു വലിയ ദുഃഖസത്യമാണ്. കാറ്റുവീഴ്ച എന്നൊരു രോഗം കഴിഞ്ഞ 130 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട്. അത് കാറ്റുവീഴ്ചയും രോഗകീടങ്ങളുമെല്ലാം ഉൽപാദനക്ഷമത കുറയുന്നതിനുള്ള ഒരു കാരണമാണെങ്കിലും പരിചരണ കുറവാണ്. ഈ നമ്മൾ തെങ്ങിന് നൽകുന്ന ശാസ്ത്രീയമായ പരിചരണ കുറവ് കാരണമാണ് നമുക്ക് ഉൽപാദനക്ഷമത കുറയാനുള്ള കാരണം. കാറ്റുവീഴ്ച രോഗത്തെക്കുറിച്ച് ഈ സ്ഥാപനം വളരെയധികം റിസർച്ച് ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഭാരതത്തിൽ മാത്രമുള്ള ഒരു രോഗമല്ല. ഈ ഫൈറ്റോപ്ലാസ്മ മൂലമുള്ള രോഗങ്ങൾ ലോകത്തെ എല്ലാ നാളികേര ഉൽപാദന രാജ്യങ്ങളിലും ഇതുപോലുള്ള രോഗങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് വളരെയധികം അന്താരാഷ്ട്ര സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സയൻറ്റിസ്റ്റുകളുമായിട്ടുള്ള ഇൻ്റർഫേസ് നടത്തിയിട്ടുണ്ട്. കാറ്റുവീഴ്ച രോഗത്തിൻ്റെ ഹേതു ഫൈറ്റോപ്ലാസ്മ ആണെന്ന് ഇവിടുത്തെ ഗവേഷണം മുതൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ 2-3 പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് കാറ്റുവീഴ്ചയെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള 2 തെങ്ങിനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനും അതിൻ്റെ തൈകൾ കർഷകരിൽ എത്തിക്കുന്നതിനും ഈ ഗവേഷണ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. കൽപ്പരക്ഷ, കൽപ്പശ്രീ എന്നീ തെങ്ങിനങ്ങൾ കാറ്റുവീഴ്ചയെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ്. അതുപോലെ കൽപ്പശങ്കര എന്ന തെങ്ങിനവും കൽപ്പരക്ഷയെ ഈ കാറ്റുവീഴ്ച രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ്. കൂടാതെ ഈ കാറ്റുവീഴ്ച ബാധിച്ച തോട്ടങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പാക്കേജസ്, ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഇവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള മുഖാമുഖം വഴിയായി ഈ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് കർഷകരിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. കാറ്റുവീഴ്ച രോഗത്തോട് കൂടെ തന്നെയുള്ള ഒരു രോഗമാണ് ഓലച്ചീയൽ രോഗം. ആ ഓലച്ചീയൽ രോഗം പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത് അത് കർഷകരിൽ അതിനുള്ള ടെക്നോളജികൾ ലഭ്യമാക്കിയിട്ടുണ്ട്. കാറ്റുവീഴ്ച രോഗത്തെക്കുറിച്ച് ആദ്യത്തെ കർഷക സുഹൃത്ത് സംസാരിക്കുകയുണ്ടായല്ലോ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ സൂചിപ്പിക്കുകയുണ്ടായി ഇത് 100, 110, 120, 130 വർഷത്തോളം പഴക്കമുള്ള രോഗമാണ് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും പഴക്കമുള്ള രോഗമാണെങ്കിലും കേരളത്തിൽ നിന്ന് തെങ്ങ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കർഷകർ വിചാരിച്ചാൽ, കർഷകരുടെ മനസ്സിരുത്തിയുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെങ്ങിൻ്റെ ഉൽപ്പാദനം നിലനിർത്തുകയോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ധാരാളം കർഷകരെ ശരിയായിട്ടുള്ള സമയത്തുള്ള പരിചരണ മുറകൾ നൽകി 100, 110 തേങ്ങകൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുണ്ട്. ചുറ്റും കാറ്റുവീഴ്ച രോഗബാധിത പ്രദേശം ഉള്ള സ്ഥിതിവിശേഷത്തിലാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്, ഈ കാറ്റുവീഴ്ച രോഗത്തിനോടൊപ്പം തന്നെ വരുന്ന ഏറ്റവും ഒരു തരത്തിൽ പറഞ്ഞാൽ മാരകമായ ഒരു രോഗമാണ് അതിൻ്റെ ഓലകരിച്ചിൽ. ഒരുപക്ഷെ കർഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മിക്ക തെങ്ങിൻ്റെയും മണ്ട നോക്കിയാൽ താഴെയുള്ള 2-3 ഓല കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള ഓലക്കാലും ഒന്നുമില്ല, ഈർക്കിലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തെങ്ങിന് ധാരാളം ഓലകൾ, ചുരുങ്ങിയ പക്ഷം ഒരു 30-40 ഓല ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായിട്ടുള്ള ഈ പ്രകാശ സംശ്ലേഷണം നടത്തി തേങ്ങ പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് കാറ്റുവീഴ്ച രോഗത്തോടൊപ്പം വരുന്ന ഈ ഓലകരിച്ചിൽ രോഗം അത് ഉൽപ്പാദനക്ഷമത വളരെയധികം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 10-15 തേങ്ങ പോലും കിട്ടാതെ വരുന്നു. പക്ഷേ കർഷകർക്ക് പരിചരണം നൽകി ഈ മണ്ടയിൽ വരുന്ന ഓലചീയൽ രോഗത്തെ നിയന്ത്രിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ള സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ട്. പക്ഷേ വരുന്ന ഒരു പ്രശ്നം തെങ്ങിന് മണ്ടയിൽ കയറി വേണം ചെയ്യാനെന്നുള്ളത് മാത്രമാണ്. പക്ഷേ ശരിയായിട്ടുള്ള പരിചരണം നൽകി ആരോഗ്യം വീണ്ടെടുക്കുന്നുവെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വേണ്ട. ഒരു 60-70 തേങ്ങ കിട്ടാൻ നമുക്ക് ഒരു വിഷമമില്ല.
ഈ ഒരു സാങ്കേതിക വിദ്യ ഞങ്ങൾ ഈ അടുത്ത കൃഷ്ണപുരം പഞ്ചായത്തിൽ ഒരു 3-4 വർഷം മുമ്പ് 200ഓളം കർഷകരുടെ പുരയുടെ തോട്ടത്തിൽ ഞങ്ങൾ കർഷകരുടെ പങ്കാളിത്തത്തോടു കൂടി ചെയ്ത് വിജയപ്രദമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സാങ്കേതിക വിദ്യകളുടെ അഭാവമല്ല, ഒരു പക്ഷേ അതിനുള്ള അനുവർത്തിക്കുന്നതിനുള്ള കാലതാമസമോ അല്ലെങ്കിൽ വൈമുഖ്യമോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. എൻ്റെ പേര് ഗോപിനാഥൻ നായർ VK. ഞാനൊരു എക്സ്-എംപ്ലോയി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫുൾ ടൈം കൃഷിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഡോക്ടർ V. തോമസ് പറഞ്ഞ മാതിരി സാങ്കേതിക വിദ്യകൾ ഒരുപാട് വർദ്ധിച്ചുവെങ്കിലും സാധാരണ കർഷകരിലേക്ക് അത് വേണ്ട രീതിയിൽ എത്തുന്നില്ല എന്നുള്ള ഒരു ഫുൾ പരാതി എനിക്കുണ്ടെന്നുള്ളതാണ്. ഈ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി എത്രമാത്രം ശരിയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കർഷകരുടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാര മാർഗം നിർദ്ദേശിക്കുന്നതിന് ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ എപ്പോഴും കർഷകരോട് തോളോട് ചേർന്ന് ആണ് എപ്പോഴും പ്രവർത്തിച്ചു വരുന്നത്. ഇതിനുള്ള ഏറ്റവും നല്ല വ്യക്തമായ ഉദാഹരണമാണ് ഇവിടെ നടക്കുന്ന ഏതൊരു പരിപാടിക്കും കർഷകരുടെ പങ്കാളിത്തം നല്ലതുപോലെ ഉണ്ട്. അപ്പം അതുകൊണ്ട് സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. ഇതുകൂടാതെ കർഷകരുടെ ഏതൊരു പ്രശ്നത്തിനും ഒന്നുകിൽ ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ കത്ത് മുഖേനയോ കിട്ടുന്ന പ്രശ്നങ്ങൾക്ക് കർഷകരുടെ തോട്ടത്തിൽ തന്നെ പോയിട്ട് പ്രശ്നം മനസ്സിലാക്കുന്നതിന് ഒരു 2-3 ശാസ്ത്രജ്ഞന്മാരോ ഒരു സംഘം തന്നെ പലപ്പോഴും പോകാറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു പക്ഷേ അവിടെ തന്നെ അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം അത് കത്ത് മുഖേനയും അറിയിക്കുന്ന ഒരു പ്രവർത്തന ശൈലി ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 മാസം കൊണ്ട് ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ആലപ്പുഴ ജില്ലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രം ഞങ്ങളുടെ പ്രാദേശിക കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അവർക്ക് തെങ്ങ് മാത്രമല്ല മറ്റുള്ള വിളകളെയും അതുപോലെ മൃഗസംരക്ഷണം, മത്സ്യവളർത്തൽ, കോഴി വളർത്തൽ മുതലേ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാനുള്ള അല്ലെങ്കിൽ കഴിവുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ തെങ്ങിനെ സംബന്ധിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ എപ്പോഴും കൃഷിക്കാരുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളത് ഇത് നേരത്തെ അല്ല ഇപ്പോഴും ഉണ്ടാവും, ഇനിയും ഭാവിയിലും ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പും കൂടെ തരാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എൻ്റെ പേര് M. ബാബു. നമ്മുടെ നാട്ടിൽ ജൈവ കൃഷി എത്രത്തോളം നടപ്പിലാക്കാൻ ശ്രമിച്ചു, എങ്ങനെയാണ് അത് നടപ്പിലാക്കിയത് എന്ന വിഷയത്തെക്കുറിച്ചൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. തെങ്ങ് കൃഷിയിലെ ജൈവ കൃഷിയിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്, അത് ഏത് അവസ്ഥയിലാണ് എന്നുള്ളതാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. തെങ്ങ് ഏറ്റവും അനുയോജ്യമായ ഒരു വിളയാണ് ജൈവ കൃഷി നടത്തുന്നതിന്. കാരണം ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന 10-12 ടണ്ണോളം ജൈവ വസ്തുക്കളെ വളരെ ഫലപ്രദമായ രീതിയിൽ തോട്ടത്തിൽ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ആക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തെങ്ങിനിടവിളയായിട്ട് ധാരാളം പച്ചക്കറികൾ, കിഴങ്ങ് വിളകൾ മുതലായ ഫലവൃക്ഷങ്ങളൊക്കെ കൃഷി ചെയ്തിട്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കും. മിക്കവാറും എല്ലാ രോഗങ്ങളെയും കീടങ്ങളെയും നമുക്ക് ജൈവ രീതിയിൽ കൂടി നിയന്ത്രിക്കുന്നതിന് സാധിക്കും. കീടനാശിനികളുടെ അല്ലെങ്കിൽ കുമിൾനാശിനികളുടെയുള്ള ഉപയോഗം വളരെ കുറച്ച് മാത്രം അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് തന്നെ തെങ്ങധിഷ്ഠിത ജൈവകൃഷി സമ്പ്രദായം നടത്തുന്നതിന് ഉള്ള സാങ്കേതിക വിദ്യകളും ഇന്ന് ലഭ്യമാണ്. എൻ്റെ പേര് ലീല ഗോകുൽ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഈ CPCRയിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. കാരണം ഇവിടുത്തെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്ഥിരം ഞാൻ ഒരു സാധാരണ വീട്ടമ്മയായി ഞാൻ ഇവിടെ കൂടാണ് ഈ അറിവ് കൂടുതൽ പകരുന്നത്, അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. കാരണം കോക്കനട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് മാർക്കറ്റ് കണ്ടെത്തിക്കൊണ്ട് നല്ലൊരു വരുമാന മാർഗ്ഗമുണ്ടായി ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇവിടെ കിട്ടിയ പരിശീലനം, നാളികേരം കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ മാർക്കറ്റിലെത്തിക്കുക. അത് ഒത്തിരി ഉൽപ്പന്നങ്ങളുണ്ട്. തീയൽക്കൂട്ട്, ചമ്മന്തിപ്പൊടി, ഉരുക്കുവെളിച്ചെണ്ണയാണ് എൻ്റെ ബ്രാൻഡ് നെയിം. മുരളിക കോക്കൻ ഉരുക്കുവെളിച്ചെണ്ണ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പരിശീലനം കിട്ടി. 1 മാസ കാലഘട്ടത്തോളം CPCR നിന്നാണ് പരിശീലനം തന്നിട്ടുള്ളത്. തീയൽക്കൂട്ടുണ്ടാക്കാനും അതുപോലെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കാനും നിരന്തരമായ പരിശീലനം എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്കിവിടെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളിൽ KVKയോടും CPCRനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ 1-2 ചെറിയ വിഷയങ്ങളിൽ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ നാളികേരത്തിന് ഉൽപ്പാദനം വർദ്ധിച്ചു എന്ന് പറഞ്ഞു. നാളികേരത്തിന് ഉൽപ്പാദനം വർദ്ധിച്ചതിനോടൊപ്പം നമ്മൾ നാളികേരം കയറ്റി അയക്കുന്നു എന്ന് പറയും. പക്ഷെ ഇപ്പം മാർക്കറ്റിൽ ഒരു നാളികേരത്തിൻ്റെ വില 21 രൂപ, 25 രൂപയുണ്ട്, 25 രൂപ, 30 രൂപ വരെയുണ്ട്. അപ്പോൾ നാളികേര കൃഷി കൊണ്ട് കർഷകന് നഷ്ടമോ ലാഭമോ ചോദ്യമാണ്. രണ്ടാമത്, ഏറ്റവും വ്യാപകമായ രീതിയിൽ ജൈവ കൃഷിയിലേക്ക് നമ്മൾ ജനങ്ങളെ തിരിക്കുമ്പോൾ അവിടെ ഏറ്റവും ആവശ്യമായി വേണ്ടി വരുന്ന ചകിരിച്ചോറ് കമ്പോസ്റ്റ് CPCR അതിനൊരു മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം വിത്തുൽപാദിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു കമ്പോസ്റ്റിന് വേണ്ടി ഓടി നടക്കുകയാണ്. ഒരു കട്ട ചകിരിച്ചോറിൻ്റെ ഒരു ചെറിയ
പിന്നെ നമ്മുടെ ചുടുകട്ട മേടിക്കുന്ന പോലെ ഒരു കട്ട 150 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. പറയുന്ന പോലെ രോഗകീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിരക്ഷ ചെയ്യേണ്ടത് ചുവട്ടിലും മുകളിലുമാണ്. മുകളിൽ കയറി പറ്റാൻ കർഷക തൊഴിലാളി തെങ്ങ് കയറ്റ തൊഴിലാളി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നൂതന മാർഗങ്ങൾ കർഷകരുടെ ഇടയിൽ ആരെങ്കിലും അനുവർത്തിക്കുന്നുണ്ടോ? തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം എന്ന പരിപാടിയിൽ കൂടി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആത്മാർത്ഥമായ ശ്രമം നടത്തി വരികയാണ്. നാളികേര രംഗത്ത് പ്രവർത്തിക്കുന്ന നാളികേര ഉൽപ്പാദക സംഘങ്ങളും ഫെഡറേഷനും എല്ലാം കൂടി ചേർന്ന് ഈ പരിപാടി വിജയിപ്പിക്കാൻ ശ്രമിച്ചു വരുന്നു. ഇവിടെ ഈ CPCRIയിൽ വെച്ച് തന്നെ പല ബാച്ച് ചങ്ങാതിക്കൂട്ടത്തിന് ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി. അവിടെ ഞങ്ങളുടെ സംഘങ്ങളിൽ നിന്നൊക്കെ കുറേ ആളുകളെ അയക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പോരാ, കുറേ ആളുകളെ കൂടെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന് ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ആത്മാർത്ഥമായി ഈ നാളികേര ഉൽപ്പാദക സംഘങ്ങളും ഫെഡറേഷനും എല്ലാവരും കൂടി ചേർന്ന് പ്രയത്നിച്ചാൽ ഇതിന് പരിഹാരം ഉണ്ടാവും. ഈ കൃഷ്ണപുരം മേഖലയിൽ, കൃഷ്ണപുരം പഞ്ചായത്തിൽ ഇന്ന് തെങ്ങ് ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന് തേങ്ങ ഇടാൻ ആളില്ല. അതിൻ്റെ മണ്ട വൃത്തിയാക്കി നല്ലപോലെ എയർ പാസിങ്ങും സൂര്യപ്രകാശവും തട്ടാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ അവസ്ഥയിൽ അതിനില്ല. അത് ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ തേങ്ങ ഇടലിൻ്റെ ഒരു വലിയ വിഷയം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തെങ്ങിന് ഇന്ന് രോഗമാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഇന്ന് തെങ്ങിന് മണ്ട ചെല്ലി, ഈ ചുമന്ന ചെല്ലികൾ, മണ്ട ചീയൽ, ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാലവർഷത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതിന് ഇവിടെ നിന്ന് യാതൊന്നും നമുക്ക് കിട്ടുന്നില്ല. സാർ, ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് എന്തെങ്കിലും നിർദ്ദേശം വെക്കാനുണ്ടോ? നിർദ്ദേശം ഇതാണ്, CPCRIs അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ പേര് ഹരീഷ് കുമാർ, ഭരണിക്കാവ് പഞ്ചായത്തിൽ തെക്കേമംഗഴി എന്ന് വരുവാണ്. മണ്ടേരി എന്ന് പറയുന്ന രോഗം ഈ കേരളത്തിൽ പടർന്നു പിടിച്ചിട്ട് വർഷങ്ങൾ കുറേയായി. ഇന്നും അതിന് ശാശ്വതമായൊരു പരിഹാരം ഈ ഗവേഷണത്തിനോ ഇവിടുത്തെ ആൾക്കാർക്കോ ശാസ്ത്രീയമായി കണ്ടുപിടിക്കുക ഇതുവരെ പൂർണ്ണമായി മാറ്റാൻ സാധിച്ചിട്ടില്ല. മലയാളിയെ സംബന്ധിച്ച് നമ്മൾക്ക് മറവി വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ആ കേസായിട്ട് ഇപ്പോൾ ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, മറന്നു പോവുകയാണ് വന്നത്. രണ്ടാമത് ഒരു സ്വയം വിമർശനമായി പറയുകയാണ്, ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന എൻ്റെ കർഷക സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഞാൻ ചേർത്ത് പറയുക, സ്വയം വിമർശനമായി പറയുകയാണ്, എത്ര കർഷകർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കാൻ എത്ര കർഷക തൊഴിലാളികൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ അടിസ്ഥാനപരമാണ്. ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ചെയ്യണമെങ്കിലും തെങ്ങിൻ്റെ മണ്ടയിൽ കയറി ചെയ്യണമെങ്കിൽ അടിയിൽ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് ആരാണ്? 10 സെൻറ്റ് അല്ല 50 സെൻറ്റോ അല്ലെങ്കിൽ 1 ഏക്കറോ 2 ഏക്കറോ പുരയിടമുള്ള തെങ്ങിൻ്റെ ഉടമസ്ഥർ മാത്രമല്ല, കർഷകരാണ് വേണ്ടത്, കർഷക തൊഴിലാളികളാണ് വേണ്ടത്. ഇനി മേലിലെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുപ്പിക്കുമ്പോൾ അത്യാധി ഭാഗത്തേക്കുള്ള ആൾക്കാരെ കൂടി പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ കുറേ ഉപകാരപ്രദമായിരിക്കും എന്ന് മാത്രമാണ് തൽക്കാലം എനിക്ക് പറയാനുള്ളത്. ശ്രീ അബ്ദുൽ മജീദ് പറഞ്ഞത് കൃഷ്ണപുരം പഞ്ചായത്തിലെ തെങ്ങ് വിളവെടുക്കുന്നതിന് ആളെ കിട്ടുന്നില്ല, അതല്ലെങ്കിൽ മണ്ട വൃത്തിയാക്കുന്നതിന് ആളെ കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അതിനാണ് നമ്മുടെ ജോർജ് തോമസ് സാർ പറയുണ്ടായ ഭരണിക്കാവ് ഈ നാളികേര വികസന ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൊസൈറ്റീസ് ധാരാളം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഞങ്ങൾ പലപ്പോഴും പത്രത്തിൽ പടമൊക്കെ കണ്ടിട്ടുണ്ടാവും. തെങ്ങിൽ കയറുന്നതിനുള്ള പരിശീലനം ലഭിച്ചവർ ഇപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രദേശത്തും ഇതുപോലെ ഉള്ള പരിശീലനം കിട്ടിയ യുവാക്കളോ യുവതിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നാളികേര വികസന ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശീലനം കൊടുത്തവരുടെ ഫോൺ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദയവായി നിങ്ങളുടെ പ്രദേശത്തുണ്ടെങ്കിൽ അത് കോൺടാക്ട് ചെയ്തിട്ട് ശ്രമിക്കാം.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേര കൃഷിക്ക് 2 ലക്ഷം രൂപ വരെ ധനസഹായം. കല്ലുമേക്കായ വളർത്താൻ ഫിഷറീസ് വകുപ്പ് പദ്ധതി. കൂൺ കൃഷിയിൽ കാർഷിക സർവകലാശാലയിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ മേഖലയിൽ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പരമാവധി 2 ലക്ഷം രൂപ വരെ നാളികേര വികസന ബോർഡ് ധനസഹായം നൽകും. 6250 തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നഴ്സറികൾക്ക് 50,000 രൂപ വരെ സാമ്പത്തിക സഹായം ലഭ്യമാകും. തെങ്ങ് കൃഷിക്ക് ആവശ്യമായ ജൈവവള നിർമ്മാണ യൂണിറ്റുകൾക്കും കൊപ്ര സംസ്കരണ ഡ്രയറുകൾക്കും സാമ്പത്തിക സഹായമുണ്ട്. തെങ്ങ് കൃഷിക്ക് 8,000 രൂപ നിരക്കിൽ 2 ഘട്ടമായി സഹായം നൽകുന്ന മറ്റൊരു പദ്ധതിയുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വിളിക്കാവുന്ന ഫോൺ നമ്പർ 048423772266. മണ്ണ് പരിവേഷണ സംരക്ഷണ വകുപ്പ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും കേരളത്തിലെ വൈവിധ്യമാർന്ന മണ്ണിനങ്ങൾ പരിചയപ്പെടാൻ അവസരമൊരുക്കുന്നു. തിരുവനന്തപുരം പാറോട്ടുകോണം സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലാബിനോട് ചേർന്ന് സ്ഥാപിച്ച സോയിൽ മ്യൂസിയം സന്ദർശിക്കാൻ വിദ്യാർത്ഥികൾക്ക് 10 രൂപയും പൊതുജനങ്ങൾക്ക് 20 രൂപയുമാണ് പ്രവേശന നിരക്ക്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0412541776. ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യകൃഷി വികസന ഏജൻസി വഴി കല്ലുമേക്കായ കൃഷിക്ക് ധനസഹായം നൽകുന്നു. കായലോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന കർഷകർക്കാണ് മുൻഗണന. 25 ചതുരശ്ര മീറ്റർ അടങ്ങുന്ന ഒരു യൂണിറ്റിന് 2500 രൂപ ധനസഹായം ലഭ്യമാകും. വ്യക്തികൾക്ക് 2 യൂണിറ്റിനും സ്വയം സഹായ സംഘങ്ങൾക്ക് 4 യൂണിറ്റിനും ധനസഹായം അനുവദിക്കും. താൽപ്പര്യമുള്ള കർഷകർ മത്സ്യകൃഷി വികസന ഏജൻസിയുടെ എറണാകുളത്തെയോ ആലപ്പുഴയിലെയോ റീജിയണൽ എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ബന്ധപ്പെടണം. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്റർ ജനുവരി 29-ന് കൂൺ കൃഷിയിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. 50 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487237073. സംസ്ഥാനത്ത് വിവിധ ഏജൻസികൾ വഴി കർഷകർക്ക് വിതരണം ചെയ്യുന്ന രാസവളങ്ങളുടെ ഗുണമേന്മ പരിശോധിക്കുന്നതിന് കൃഷി വകുപ്പിന്റെ കീഴിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇതിനായി തിരുവനന്തപുരത്തും പട്ടാമ്പിയിലും ലാബുകൾ പ്രവർത്തിക്കുന്നു. തെക്കൻ ജില്ലകളിലെ കർഷകർക്ക് തിരുവനന്തപുരത്തും വടക്കൻ ജില്ലകളിലെ കർഷകർക്ക് പട്ടാമ്പിയിലും രാസവള സാമ്പിളുകൾ നൽകി ഗുണമേന്മ പരിശോധിക്കാം. 100 രൂപയാണ് പരിശോധനാ ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ തിരുവനന്തപുരം 0412530578, പട്ടാമ്പി 046622122048. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഫെബ്രുവരി 22-23 തീയതികളിൽ തിരുവനന്തപുരത്ത് കാർഷിക എഞ്ചിനീയറിംഗ് ഓൾ ഇന്ത്യ കൺവെൻഷൻ നടത്തുന്നു. ഇതോടനുബന്ധിച്ച് കാർഷിക മേഖലയിലെ പുതിയ സാങ്കേതിക കണ്ടെത്തലുകൾക്ക് അംഗീകാരം നൽകുന്നു. കർഷകർ, വിദ്യാർത്ഥികൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുടെ പ്രായോഗിക കണ്ടുപിടുത്തങ്ങൾക്കാണ് അവാർഡ് നൽകുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447452227. കേരള കാർഷിക സർവകലാശാലയുടെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫെബ്രുവരി ആദ്യവാരം പൂപ്പൊലി എന്ന പേരിൽ പുഷ്പഫല പ്രദർശനമേള സംഘടിപ്പിക്കുന്നു. മേളയോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ ഡാലിയ ഉദ്യാനവും ഉദ്ഘാടനം ചെയ്യും. പുഷ്പമേളയിൽ സ്റ്റാളുകൾ ഒരുക്കുന്നതിന് കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 049362605561. കർഷക പെൻഷൻ പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്ന എറണാകുളം കാലടി ഗ്രാമപഞ്ചായത്തിലെ കർഷകർ ജനുവരി 31-നകം കൃഷിഭവനിൽ നേരിട്ട് ഹാജരാകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ക്ഷീര കർഷകർ ക്ഷേമനിധിയിൽ നിന്നും നൽകി വരുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും ക്ഷേമനിധി അംഗത്വം നിർബന്ധമാണ്. ക്ഷേമനിധി അംഗത്വത്തിനുള്ള യോഗ്യത കരസ്ഥമാക്കി അംഗത്വ ഫീസ് അടച്ച ക്ഷീര കർഷകർ അംഗത്വ അപേക്ഷ 2014 ജനുവരി 31-ന് മുൻപായി സമർപ്പിക്കണമെന്ന് ക്ഷേമനിധി ഓഫീസ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,000 രൂപ, റബ്ബർ RSS 5 14,550, വെളിച്ചെണ്ണ 11,200, കൊപ്ര 8,000 രൂപ, കുരുമുളക് 51,600, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 375 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 640 രൂപ. കമ്പോള അവലോകനം. ഗാർബിൾഡ് കുരുമുളക് കൊച്ചിയിൽ ക്വിൻ്റലിന് 51,600 രൂപ, അൺഗാർബിൾഡ് 45,900,
കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 48,500 രൂപ, വയനാടൻ കുരുമുളക് 49,000. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 8,050 രൂപ, തളിപ്പറമ്പ് 7,500, കാസർഗോഡ് 7,200. വെളിച്ചെണ്ണ വിപണി കണ്ണൂർ ക്വിൻ്റലിന് 12,060 രൂപ, കോട്ടയം 11,800, ആലപ്പുഴ 11,150. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.9, 23.4, കൊച്ചി 33, 22.4, ആലപ്പുഴ 33.8, 21.9, പുനലൂർ 33.8, 22.6, തിരുവനന്തപുരം 32, 21.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.